എല്ലാവരും വോട്ടിനു വേണ്ടി പറഞ്ഞിരുന്നു വനിതാ സംവരണം കൊണ്ടുവരും. ആരും പക്ഷേ അത് നടപ്പിലാക്കിയില്ല. 2023 പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും തത്വത്തിൽ വനിതാ സംവരണ ബില്ല് അംഗീകരിക്കുകയുണ്ടായി. പുതിയ സെൻസസ് പൂർത്തിയായ ശേഷമാണ് അത് പൂർണ്ണതോതിൽ പാസ്സാക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. 2011 ഇതുവരെയുള്ള സെൻസസ് നിലനിൽക്കുന്നത്. 2021 അത് പൂർത്തിയാകേണ്ടിയിരുന്നതാണ്. എന്നാൽ കോവിഡ് മൂലം 2021 സെൻസസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 26 ആകുമ്പോഴേക്കും സെൻസസ് പൂർത്തിയാക്കിയിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. നിലവിൽ പാർലമെന്റിലെ അംഗബലം എന്ന് പറയുന്നത് 540 അതിലധികമോ ആണ്. ആ സംഖ്യയ്ക്കുള്ളിലാണ് 33% വനിതാ സംവരണം ഏർപ്പെടുത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് വനിതകൾക്ക് പുരുഷന്മാർക്കൊപ്പം തുല്യ പദവിയുണ്ട് എന്ന് പറയാൻ കഴിയുക. ഇപ്പോൾ പക്ഷേ കേന്ദ്ര സർക്കാർ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വനിതാ സംവരണത്തിന് ശ്രമിക്കുന്നത്. 800-ലധികം സീറ്റുകളാണ് പാർലമെന്റിൽ ഉണ്ടാവുക. അതായത് പുരുഷന്മാരുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാതെ സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. സ്ത്രീകൾക്ക് അത് ഗുണകരമായി തീരാമെങ്കിലും പുരുഷന്മാർക്ക് ഒപ്പമുള്ള അവരുടെ പദവി ഇതുവഴി അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സ്ത്രീ സംവരണത്തിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയം ആവശ്യമാണ് എന്ന് പറയുന്നു. മണ്ഡല പുനർനിർണയം ജനസംഖ്യാ അനുപാതത്തിന് അനുസൃതമായിരിക്കും. പകൽ പോലെ സത്യമായ കാര്യമാണ്. വടക്കേ ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. സർക്കാരിൻ്റെ കുടുംബാസൂത്രണ പദ്ധതികളോട് സഹകരിച്ച ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് മണ്ഡല പുനഃക്രമീകരണം നടക്കുമ്പോൾ BJPക്ക് കൂടുതൽ സ്വാധീനവും ഭരണവുമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ദക്ഷിണേന്ത്യയിൽ കുറയുകയോ കൂടാതിരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കില്ല എന്ന് സംവരണ ചർച്ചകൾക്കിടയിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് മറന്നല്ല സംസാരിക്കുന്നത്. എങ്കിലും അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് തീർപ്പ് ഉണ്ടായിട്ടില്ല. അതായത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടാവുകയും തുടർ ഭരണ സാധ്യത ദീർഘവർഷങ്ങളിലേക്ക് ലഭ്യമാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്.